സമൂഹ മാധ്യമങ്ങളുടെ നിരോധനത്തെ തുടർന്ന് നേപ്പാളിൽ വലിയ പ്രതിഷേധമാണല്ലോ ഉടലെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ജനറേഷൻ സെഡ് ആണ് ഈ പ്രതിഷേധിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം അവിടുത്തെ? സുരേഷ്, ജനറേഷൻ ഇസഡ് അത് 1990-നും അതേപോലെ തന്നെ 2010-നും ഇടയിൽ ജനിച്ചവർ, അവരെ ജനറേഷൻ ഇസഡ് എന്നറിയപ്പെടുന്നു. അവർ ഈ സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയതിനെതിരെയാണ് നേപ്പാളിൽ പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ 4-ാം തീയതി മുതൽ നേപ്പാളിൽ ഫേസ്ബുക്കും ട്വിറ്ററും അതേപോലെ തന്നെ വാട്സപ്പും ഒക്കെ തന്നെ അടങ്ങുന്ന സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം എന്നുള്ളത് ഈ പ്രാദേശിക രജിസ്ട്രേഷൻ വേണമെന്നുള്ളത് സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. അതായത് സമൂഹ മാധ്യമങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ രാജ്യത്ത് കൃത്യമായി തന്നെ ഓഫീസ് വേണം, രാജ്യത്തെ ജനങ്ങൾക്ക് പരാതി പറയുവാനുള്ള അവസരം വേണം, ആ പരാതി പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഓഫീസും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ രാജ്യത്ത് പ്രവർത്തിക്കണമെന്നുള്ള നിബന്ധനയുണ്ടായിരുന്നു. ഈ നിബന്ധന പാലിക്കാത്തതിനാലാണ് ഏതാണ്ട് 26-ലധികം സമൂഹ മാധ്യമങ്ങളെ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4-ാം തീയതി മുതൽ ഈ വാട്സപ്പും അതേപോലെ തന്നെ ബോട്ടിമും ഫേസ്ബുക്കും ട്വിറ്ററും ഒന്നും തന്നെ അവിടെ ലഭിക്കുന്നില്ല. ഇൻസ്റ്റഗ്രാം അടക്കമുള്ള ഈ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനമാണ് ഇപ്പോൾ പ്രധാനമായും ഇത്തരം യുവാക്കളെ അവരെ പ്രലോഭത്തിലേക്ക് അല്ലെങ്കിൽ അവരെ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ നേപ്പാൾ പാർലമെൻറ്റിൻ്റെ സമീപം നടക്കുന്നു. പലപ്പോഴും ഈ ഇത്തരം പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് വഴിവെക്കുന്നു. പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ പരസ്പരം കല്ലെറിയുകയും പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തിച്ചാർജ് നടത്തുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്, നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രതിഷേധം, ജനറേഷൻ ഇസഡിൻ്റെ പ്രതിഷേധം ഇപ്പോൾ അക്രമത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് സർക്കാരിൻ്റെ ഭരണത്തിലുണ്ടായിരിക്കുന്ന പോരായ്മകൾ ജനങ്ങൾ അറിയാതിരിക്കാനാണ്, അല്ലെങ്കിൽ സർക്കാർ നടത്തിയിരിക്കുന്ന അഴിമതികൾ ജനങ്ങൾ അറിയാതിരിക്കുവാൻ വേണ്ടിയാണ്, സർക്കാരിൻ്റെ ഭരണ കൊള്ളരുതായ്മ ജനങ്ങൾ അറിയാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് എന്നുള്ളതാണ് ഈ ജനറേഷൻ ഇസഡ് സൂചിപ്പിക്കുന്നത്. ജനറേഷൻ ഇസഡിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അത്തരം യുവാക്കൾ കൂടുതലായി സംഘടിച്ച ഇപ്പോൾ ഈ നേപ്പാൾ പാർലമെന്റ് സമീപം വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും നടക്കുന്നത്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.